ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസത്തിന്റെ ആരംഭ ദിവസത്തിൽ ഒരു ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ മേഖലകളെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ച് ദൈവ സ്നേഹത്തിൽ പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ്. ഓരോ സന്ദേശവും നിങ്ങൾ കേൾക്കുമ്പോൾ ആ വാക്യത്തെ മെഡിറ്റേറ്റ് ചെയ്ത് ദൈവം എന്നെ സ്നേഹിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ഞാൻ എന്തെങ്കിലും ദൈവത്തിന് കൊടുത്തിട്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്. എന്നെ അവൻ മഹത്തരമായി സ്നേഹിക്കുവാൻ അവൻ സർവശക്തനാണ്. എന്നിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്. ദൈവം ഒന്നും അവൻ പ്രതീക്ഷിക്കാതെ തന്നെ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പിറുപിറുപ്പുകളും കുറ്റങ്ങളും അവൻ പരാധീനതകളും പ്രയാസങ്ങളും പരാതിക്കെട്ടുകളും എല്ലാം എടുത്തു മാറ്റിയിട്ട് പറ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നെയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ താഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. എത്ര പേർ വിളിച്ചു പറയും? ഇന്ന് പകൽക്കാലം വിളിച്ചു പറയും, എൻ്റെ ദൈവം കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞാനായിരുന്ന മേഖലകളിലൊക്കെയും വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് കാത്തു പരിപാലിച്ച് സംരക്ഷിച്ച് എനിക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന് ആ ദൈവ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവം എന്നെ കാത്തുകൊള്ളാൻ അവൻ സർവശക്തനാണ്. എൻ്റെ ദൈവം അവൻ സർവശക്തനാണെന്ന് എത്ര പേർ വിളിച്ചു പറയും? ഇന്ന് പകലിലും അങ്ങനെയുള്ള ഒരു ദൈവ സ്നേഹത്തിന്റെ ഉടമകളായി അവൻ ഹൃദയങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ആമേൻ, സ്തോത്രം. ഇവിടെ ഇത് വളരെ വ്യക്തമായി യോഹന്നാൻ ഇത് വിളിച്ചു പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? 120 പേരിൽ നിന്നും 70 പേരായി ചുരുങ്ങി, 70 പേരിൽ നിന്നും 12 പേരായി വേർതിരിച്ച് ആ 12 പേരിൽ 3 പേരെ വേർതിരിച്ച് പത്രോസും യോഹന്നാനും യാക്കോബുമായി 3 പേരെ വേർതിരിച്ചു. അതിലൊരുവനായി യേശുവിന്റെ മാറത്ത് തന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞ് ജീവിച്ച ആമേൻ ആ ഹൃദയത്തിന്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കിയ യോഹന്നാൻ ഇവിടെ വളരെ വ്യക്തമായി തന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ പുസ്തകത്തിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്. ആമേൻ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ആമേൻ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ അകത്ത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടു വരും. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന പ്രമാണത്തെയും ചട്ടത്തെയും അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്ന് ആവർത്തന പുസ്തകം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിനു വേണ്ടി വേർതിരിച്ച ഭക്തന്മാർ അവർ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉടമകളായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെ ക്യാരി ചെയ്യുന്നവരായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ചെയ്തു തരുവാൻ ഞാൻ വിശ്വസ്തനാണ്. പക്ഷേ നിങ്ങൾ എന്നെയും എൻ്റെ കൽപ്പനകളെയും കാത്തുപരിപാലിക്കുന്നവരായി തീരണം. ഇന്ന് പകല് ദൈവത്തിന്റെ വചനം ദൈവത്തോളം വലിപ്പമുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചു നടക്കുന്ന ഒരു ദൈവവൈതനാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആമേൻ കുറവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ട്രാഫിക് പോലീസിനെ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്ത് ചില പേപ്പറുകളില്ല. ട്രാഫിക് പോലീസിനെ കണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ പേപ്പറുകളൊന്നും വണ്ടിയുടെ പേപ്പറുകളൊന്നും കൃത്യമല്ല. അവൻ കൃത്യമായിട്ടുള്ള പേപ്പറുകളും എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രാഫിക് പോലീസുകാരനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനവും കൽപ്പനയും പ്രമാണവും അനുസരിച്ച് ജീവിച്ച് ദൈവസ്നേഹത്തിൽ മറ്റുള്ളവരെ കരുതുകയും സംരക്ഷിക്കുകയും പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്ന ഒരു ദൈവവൈദ്യനാണോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വ്യക്തി മുറിവേറ്റിട്ടാണ് വരുന്നോ? ആ മുറിവേറ്റ വ്യക്തിയെ ഒരു നല്ല ശമരിയാക്കാരനെ പോലെ മുറിവണക്കുന്നവരായി തീരുവാനുള്ള ഒരു ദൈവകൃപയും ദൈവസ്നേഹവും
നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും എന്റെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അത് തീർത്തു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും അനുസരിച്ചു ജീവിക്കുന്ന ഒരു ദൈവ പൈതലായി നിങ്ങൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പെറുപെറുപ്പുകളും പരാതിക്കെട്ടുകളും മാറ്റിവെച്ചിട്ട് ദൈവമുഖം അന്വേഷിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കുന്നവരായി തീരുക.